അപ്പോൾ പഠന സമ്പ്രദായങ്ങൾ എന്ന് പറയുന്നത് എല്ലാവരും വിചാരിക്കും പ്രാക്ടിക്കൽ മാത്രമാണ്. അപ്പോൾ ചേട്ടനൊക്കെ അങ്ങനത്തെ ഒരു ധാരണ ഉണ്ടായിരുന്നു വീട്ടിൽ ഉള്ളവർക്ക്. കാരണം ഡാൻസ് മാത്രം പഠിച്ചിട്ട് ഇപ്പോൾ ഇത് എന്തിനാണെന്ന് വിചാരിച്ചിട്ടാണ് അവർ ഇതിന് പോകണ്ടെന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇതങ്ങനെ ആയിരുന്നില്ല. ഈ ഫസ്റ്റ് ഡിഗ്രി കോഴ്സ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഡിഗ്രി സമ്പ്രദായങ്ങൾ ആർട്ട് ഫോമിൽ നമുക്ക് പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് ഏത് ആർട്ട് ഫോമാണോ, ഭരതനാട്യം അല്ലെങ്കിൽ കുച്ചിപ്പുടി, മോഹിനിയാട്ടം, ഏതായാലും മ്യൂസിക് എന്തൊക്കെ ആയാലും ആ വിഷയത്തിൻ്റെ പ്രാക്ടിക്കലും അതിൻ്റെ സാങ്കേതികമായ വശങ്ങളും പ്രാക്ടിക്കലും അതിൻ്റെ തിയറിയും അതിനൊപ്പം തന്നെ നമ്മൾ സാധാരണ ഏത് യൂണിവേഴ്സിറ്റിയാണോ നമ്മൾ പഠിക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയിലെ ഇംഗ്ലീഷ്, മലയാളം ലാംഗ്വേജുകൾ, ഹിസ്റ്ററികളൊക്കെ പഠിച്ച് അതിനോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല നമ്മൾ ബിരുദം, നമുക്ക് ബിരുദം കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേത് വിഷയത്തിലും അല്ലെങ്കിൽ മറ്റേത് ജോലിക്കും അപേക്ഷിക്കാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഡാൻസിൽ BA അല്ലെങ്കിൽ MA ബിരുദങ്ങൾ MG യൂണിവേഴ്സിറ്റിയിൽ നിന്നായാലും മറ്റേത് കലാസ്ഥാപനങ്ങളിൽ നിന്നായാലും കൊടുക്കുന്നത്. അപ്പോൾ ആദ്യകാലങ്ങളിൽ ഈ കലാരംഗത്തേക്ക് വിടാത്തതിൻ്റെ പ്രധാന പ്രശ്നം വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയില്ല. നമ്മൾ ഏത് കലാരൂപമാണോ ഐച്ഛിക വിഷയമായി എടുക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് ഡിഗ്രി എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ആധുനിക കലാപഠനത്തിലൂടെ നമുക്ക് കലാമണ്ഡലത്തിലായാലും RLV കോളേജിലായാലും മറ്റ് ഇതര കാലടി സംസ്കൃത സർവകലാശാലയിലൊക്കെ നമുക്കുണ്ടാകുന്നത് അത്തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് നമുക്കുണ്ടാകുന്നത്. അപ്പോൾ കലയോടൊപ്പം തന്നെ വിദ്യാഭ്യാസം കൊണ്ടുപോകുന്ന ഒരു പാഠ്യപദ്ധതിയാണ് ഇന്ന് ഈ കലാമേഖലയിലുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്രയും ഒരു ഹയർ സ്റ്റഡീസിന് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ MPhil പഠനം കഴിഞ്ഞപ്പോൾ ചേട്ടൻ ഇങ്ങനെ വിദേശത്ത് ജോലി വാങ്ങിച്ചു തരാം, ഇനി മതി പഠനം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അല്ല ചേട്ടൻ, എനിക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിലേക്ക് കലയിലൊരു ഡോക്ടറേറ്റ് കൊണ്ടുവരണം എന്ന ആഗ്രഹമുണ്ട്. അങ്ങനെ ഞാൻ അവിടെ കലാമണ്ഡലത്തിൽ തന്നെ ആട്ടത്തിലെ ആൺവഴികൾ മോഹിനിയാട്ടവുമായി ബന്ധപ്പെടുത്തിയ ഒരു പഠനത്തിനാണ് എനിക്ക് PhD ലഭിച്ചത്. ഡോക്ടർ NK ഗീതയുടെ കീഴിൽ ഞാൻ ആ PhD പ്രബന്ധം ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം സാധാരണ സ്ത്രീകളാണ് മോഹിനിയാട്ടം ചെയ്യുന്നത്. എന്നാൽ ഞാനൊരു തവണ സ്ത്രീവേഷം കെട്ടിയിട്ട് മോഹിനിയാട്ടം ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര അരോചകത്വം തോന്നി. ആ അരോചകത്വം മാറാൻ വേണ്ടി ഇത് എന്തിനാണ് ഇപ്പോൾ ഒരു നൃത്തരൂപം ചെയ്യുമ്പോൾ ഇങ്ങനെ പെൺവേഷം കെട്ടേണ്ട ഒരു ആവശ്യം? മോഹിനിയാട്ടമായതുകൊണ്ട് ഈ പേരിൽ മോഹിനി എന്നൊരു പദത്തിന് വേണ്ടിയിട്ടല്ലേ ഇത് കെട്ടുന്നത്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ചെയ്താൽ എന്താണ് എന്നൊരു കാരണമായിരുന്നു എൻ്റെ ഉള്ളിൽ ആദ്യം തോന്നിയ ഒരു സംശയം. ഈ സംശയം ഇങ്ങനെ വളർന്നാണ് പിന്നീട് എനിക്ക് ഇതൊരു ഗവേഷണ വിഷയമായി മാറിയത്. പക്ഷേ ഈ ഗവേഷണ വിഷയം വളരെ വൈഡായിട്ട് മാറുകയും അതിൻ്റെ മോഹിനിയാട്ടത്തിൻ്റെ നാളെ ഇതുവരെയുള്ള ഒരു ഹിസ്റ്ററിയിൽ നിന്ന് മാറി മറ്റൊരു ഹിസ്റ്ററി ഉണ്ടാക്കാൻ എൻ്റെ ഗവേഷണത്തിന് സാധിച്ചു. കാരണം ഒരു ആർക്കൈവ്സ് പഠനമായിരുന്നു പ്രധാനമായിട്ടും ഈ മോഹിനിയാട്ടത്തിൻ്റെ പഠനത്തിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ ഒരു പുരുഷൻ ആൺവേഷത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് ഇതിൻ്റെ സാങ്കേതികമായ പല കാര്യങ്ങളും നമ്മൾ നാട്യശാസ്ത്ര പഠനത്തിലൂടെ, ഇപ്പോൾ നാട്യശാസ്ത്രം, അഭിനയദർപ്പണം, ഭരതാർണവം, നൃത്തരത്നാവലി, നർത്തന നിർണയം എന്ന് തുടങ്ങി പല നാട്യശാസ്ത്ര ഗ്രന്ഥങ്ങളിലെയും താണ്ഡവലാസ്യങ്ങളെക്കുറിച്ച് പഠിക്കുകയും അതുപോലെ തന്നെ സംഘകാല കൃതികളിലെ നൃത്തപരാമർശങ്ങളും ഭാരതീയ ശാസ്ത്രീയ നൃത്തരൂപങ്ങളിലെ നൃത്തവും അതിൻ്റെ ഉത്ഭവവും ചരിത്രവും പരിവർത്തനവും ഒക്കെ ഇതൊക്കെ കൂടിച്ചേർത്തുകൊണ്ട് അവസാനം ഈ മോഹിനിയാട്ടം എന്ന വിഷയത്തിലേക്ക് വരികയും മോഹിനിയാട്ടത്തിൻ്റെ ചരിത്രത്തെ, ഒരു പൊതുചരിത്രത്തെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ സത്യമായ ചരിത്രത്തെ, വസ്തുതാപരമായ ചരിത്രത്തെ ഉണ്ടാക്കിയെടുക്കാൻ ഗവേഷണ പഠനത്തിലൂടെ സാധിച്ചു. അത് ഏകദേശം എനിക്ക് തോന്നുന്നു 17-ാം നൂറ്റാണ്ടിലെ കാർത്തിക തിരുനാൾ മഹാരാജാവ്, തിരുവിതാംകൂർ ഭരിച്ചിരുന്ന കാർത്തിക തിരുനാൾ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെ മോഹിനിയാട്ട പരാമർശത്തോടു കൂടി, അല്ലെങ്കിൽ അവിടെയൊക്കെ പുരുഷന്മാർ മോഹിനിയാട്ടം അവതരിപ്പിച്ചു എന്നതിൻ്റെ ആർക്കൈവ്സിൻ്റെ വസ്തുതാപരമായ തെളിവുകൾ കണ്ടെത്തി. പിന്നെ കേരള കലാമണ്ഡലത്തിലെ കളരിയിലും പുരുഷന്മാർ, കൃഷ്ണപണിക്കരാശാനെ പോലെയുള്ള പുരുഷന്മാർ മോഹിനിയാട്ടം അവതരിപ്പിച്ചിരുന്നുവെന്നും മഹാകവി വള്ളത്തോൾ മോഹിനിയാട്ടത്തെ അതിൻ്റെ പേര് മാറ്റിക്കൊണ്ട് കൈരളി നൃത്തം എന്നാക്കിക്കൊണ്ട് മോഹിനിയാട്ടത്തിനെ പുതിയൊരു തലത്തിലേക്ക് അതിൻ്റെ ഘടകങ്ങളെ, സങ്കേതങ്ങളെ മാറ്റിക്കൊണ്ട് കൈരളി നൃത്തം എന്ന് പുനർനാമകരണം ചെയ്തിട്ടാണ് ഇതിനെ കേരള കലാമണ്ഡലത്തിൽ സ്ഥാപിച്ചത്. എന്നാൽ നാളിതുവരെ ഉള്ള പലതരത്തിലുള്ള ചിന്തകൾ, പല ഫ്യൂഡൽ വ്യവസ്ഥിതികളും ഇന്നും ഈ കലാരൂപത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഈ കലാരൂപത്തിൽ ഉണ്ടാകുന്നത് തന്നെ. അപ്പോൾ ആ ജെൻഡറിൻ്റെ പൊളിച്ചുകൊണ്ട് ഒരു പുതിയ സൃഷ്ടി ഉണ്ടാക്കുവാനായിട്ട് ഒരു ദീർഘകാലത്ത്, ഒരു 10 വർഷക്കാലത്തെ ഒരു ഗവേഷണം ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണ് ഈ റിസർച്ച് ഡോക്ടറേറ്റ് നമുക്ക് നേടുന്നത്. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ സഹോദരൻ എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളതായിരുന്നു.
പക്ഷെ അത് എന്താ പറയുക, നിർഭാഗ്യവശാൽ അദ്ദേഹം 1 വർഷം മുമ്പ് ഡോക്ടറേറ്റ് കിട്ടുന്നതിൻ്റെ തലേ വർഷമാണ് ചേട്ടൻ നമ്മളെ വിട്ടുപോയത്. പക്ഷേ ചേട്ടൻ്റെ ആ ഒരു ചേട്ടനോട് കൊടുത്ത വാക്ക്, അല്ലെങ്കിൽ ചേട്ടൻ എന്താണോ എന്നോട് പറഞ്ഞത്, കലയിൽ വളരെ ഉന്നതമായ സ്ഥാനം അലങ്കരിക്കണം എന്ന് പറഞ്ഞത്, അത് പിന്നീട് കൈരളി ടി വിയിൽ നമ്മൾ ഒരു ചേട്ടൻ്റെ ഒരു പ്രോഗ്രാമിന് ഞാൻ പ്രോഗ്രാം ചെയ്തിരുന്നു. ചേട്ടൻ പാടിയിട്ട് ഞാൻ നൃത്തം ചെയ്യുന്ന ഒരു വേദിയിൽ എന്തോ ഒരു ഇൻഡ്യൂഷൻ പോലെ ചേട്ടൻ അന്ന് പറഞ്ഞു വെച്ചു, ഞാനില്ലെങ്കിലും നീ ഉന്നതമായ നിലയിലെത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പിന്നെ ആ ഒരു അനുഗ്രഹം തരുന്ന ഒരു ആ ഒരു പഴയ കാലം. അത് ഇപ്പോൾ ഞാൻ എന്താ പറയുക, ഒരുപാട് സംഘർഷഭരിതമായ അവസ്ഥകളിലൂടെ എത്തി ഇന്ന് കലാമണ്ഡലത്തിലെ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് നിൽക്കുമ്പോൾ ഒരുപാട് ചാനലുകളിലും ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. അതൊരു ചേട്ടൻ്റെ ഒരു വലിയൊരു ബ്ലെസ്സിങ് നമ്മുടെ കൂടെ ഉണ്ട് എന്നൊരു എൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവായിട്ടാണ് എൻ്റെ ഈ ഒരു കലാജീവിതത്തിലുള്ള യാത്ര ഇവിടെ എത്തിയത്. അപ്പോൾ ഇത്തരം ഒരുപാട് എന്താ പറയുക, സാങ്കേതികമായിട്ടുള്ള മോഹിനിയാട്ടത്തിന് ഒരു പുരുഷൻ അവതരിപ്പിക്കുമ്പോൾ ചെയ്യേണ്ട, നമ്മൾ സാധാരണ കളരി പാഠങ്ങളിൽ നിന്നും പഠിച്ചു കൊണ്ടുവന്ന സാങ്കേതികത്തിന് അപ്പുറത്തേക്ക് ഒരു പുരുഷൻ മോഹിനിയാട്ടം ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രത്യേകതകൾ വരുത്തണം, അല്ലെങ്കിൽ എന്തൊക്കെ സാധ്യതകളുണ്ട് എന്നുള്ളത് പഠിച്ചിട്ടാണ് നമ്മളിവിടേക്ക് എത്തി ഇങ്ങനൊരു തീസിസ് സബ്മിറ്റ് ചെയ്യുന്നത്. അതിനേക്കാളും അപ്പുറത്തേക്ക് മോഹിനിയാട്ടം എന്ന് പറയുന്നത് ലാസ്യമാണ്, അത് സ്ത്രീകളാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിവേചനമായിരുന്നു ഇവിടെ നിലനിന്ന്. എന്നാൽ നമ്മുടെ ഒരു പഠനത്തിലൂടെ ലാസ്യം എന്നാൽ അത് സ്ത്രീകൾക്ക് ചെയ്യേണ്ടത് മാത്രമല്ല, ലാസ്യം എന്നാൽ ലസനാദ് ലാസ്യമിത്യുക്തം സ്ത്രീപും ഭാവസമാശ്രയം ഏകർത്തം പൃഥകർത്തം ച തദം കൈസ്തു പ്രകീർത്തിതം. ലാസ്യം എന്നാൽ അത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ക്രീഡയാണ്, സംഭോഗ ശൃംഗാരമാണ്. എന്നാൽ മോഹിനിയാട്ടത്തിൽ കാണുന്ന എന്താ പറയുക, സാങ്കേതികമായ മൃദുചലനങ്ങളെയല്ല ലാസ്യം എന്ന പദം അർത്ഥമാക്കുന്നതെന്നും, താണ്ഡവം എന്നാൽ അത് കുതിച്ചു പൊങ്ങി ചാടുന്ന ഒന്നല്ല, രേചകങ്ങളും അംഗഹാരങ്ങളും പിണ്ഡീബന്ധങ്ങളും ഒക്കെ ചേർന്ന ഒന്നിനെയാണ് താണ്ഡവമെന്നും, താണ്ഡവം എന്നത് ശിവൻ ചെയ്തിരുന്ന, അല്ലെങ്കിൽ തണ്ടു എന്ന മുനി താണ്ഡവം പഠിപ്പിച്ചത് മുതൽക്കാണ് താണ്ഡവം എന്ന പേരിൽ വന്നത്. എന്നാൽ ഭഗവാൻ ശിവൻ ചെയ്യുന്ന ഈ സംഗീതത്തെ നൃത്തം എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത്തരം ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട താണ്ഡവലാസ്യങ്ങളെ, ആ വിവേചനങ്ങളെയൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഇത് ഇന്നതാണെന്ന് കൃത്യമായിട്ട് പിന്നെ സ്ഥാപിക്കാൻ ഈ നാട്യശാസ്ത്ര ഗ്രന്ഥങ്ങളിലെ പഠനങ്ങളിലൂടെയാണ് നമ്മൾ ഈ പുതിയ രംഗാവതരണത്തിലൂടെയും പുരുഷന്മാർക്ക് ചേർന്ന കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പുരുഷ രംഗാവതരണത്തിലൂടെയാണ് ഒരു മോഹിനിയാട്ടത്തിൻ്റെ ഗവേഷണം അവസാനിപ്പിച്ച് നമ്മൾ ഡോക്ടറേറ്റ് ബിരുദം കേരള കലാമണ്ഡലത്തിൽ നിന്നും നേടിയത്. അപ്പോൾ ഇത്രയ്ക്കും ഒരു കലയുടെ ലോകത്ത് വലിയൊരു വാതായനങ്ങൾ തുറന്നിട്ട് തരാനായിട്ട് ഈ കലയോ ഒട്ടും പഠിക്കാത്ത, അല്ലെങ്കിൽ എന്താ പറയുക, കലയെ ഇത്രയധികം നെഞ്ചിലേറ്റിയ, ശാസ്ത്രീയ കല പഠിക്കാൻ കഴിയാതിരുന്ന ഒരു വലിയ കലാകാരനായിരുന്നു ചേട്ടൻ. ആ ചേട്ടൻ്റെ ദുഃഖം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഈ ഒരു കല അത്രയ്ക്കും ഉള്ളിലാക്കി കൊണ്ടു നടന്ന് പഠിച്ചത്. ഇന്ന് ഞങ്ങൾക്ക് അവിടെ ചാലക്കുടിയിൽ 2013 ചേട്ടൻ ഞങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ സ്മരണാർത്ഥം കുന്നിശ്ശേരി രാമൻ സ്മാരക കലാഗൃഹം അവിടെ പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്, ഞങ്ങളെങ്ങനെയാണോ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ കലാപഠനത്തിന് എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ട്, എന്നാൽ ഇന്നത്തെ കാലത്തെ കലാവാസനയുള്ള, അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന എല്ലാ കുട്ടികൾക്കും അവിടെ കല പഠിക്കാൻ ഒരിടമാകണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ചേട്ടൻ ആ ഒരു കലാസ്ഥാപനം അവിടെ സ്ഥാപിക്കുകയും അവിടെ നിന്ന് ഒട്ടനവധി വിദ്യാർത്ഥികൾ പഠിക്കുകയും ഒരുപാട് അധ്യാപകർ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവരിലൂടെയൊക്കെ കല പഠിക്കാൻ കഴിയാതെ സാമ്പത്തികമായി കുറേ പിന്നോക്കം നിൽക്കുന്ന കുറേ കുട്ടികളുണ്ട്. അവർക്കൊക്കെ സഹായം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേട്ടൻ ഇന്ന് ചാലക്കുടിയിൽ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിനടുത്ത് തന്നെ രാമൻ സ്മാരക കലാഗൃഹം സ്ഥാപിച്ചത്. അപ്പോൾ ഒരു പ്രതിജ്ഞയ്ക്കപ്പുറത്ത് ഉണ്ടാക്കിയ കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ. അതായത് എൻ്റെ പഠനം, ഡോക്ടറേറ്റ് നേടുക, ഇപ്പം നമ്മളൊരു അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ഇരിക്കുക, ചേട്ടൻ്റെ ഒരു സ്ഥാപനം വെച്ച് തന്നിട്ടുണ്ട്, ആ സ്ഥാപനം നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ ഒരുപാട് ഈ കലാപരമായിട്ടുള്ള കുറേ കാര്യങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ കലാഭവൻ മണി എന്ന് പറയുന്ന വ്യക്തിയുടെ ഭൗതിക ശരീരം മാത്രമാണ് നമ്മൾ വിട്ടുപോയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ബാക്കിയെല്ലാ ചിന്തകളും ഒക്കെ ഇന്ന് എന്നോടൊപ്പം നിൽക്കുന്നുണ്ട്. കലയുടെ ഭാഗത്ത് ആ കലയെ, അല്ലെങ്കിൽ കലാകാരന്മാരെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളത് ചേട്ടൻ്റെ ഒരു സ്വപ്നമാണ് ഈ കുന്നിശ്ശേരി രാമൻ സ്മാരക കലാഗൃഹം. അപ്പോൾ കലയിലൊരു ജീവിതം
കല തന്നെയാണ് ജീവിതം എന്ന് പറഞ്ഞു തന്നിട്ടാണ് ചേട്ടൻ നമ്മുടെ മുമ്പിൽ നിന്ന് പോയിട്ടുള്ളത്. അമേരിക്കയെ ഇനി ടെലിവിഷനിലൂടെയല്ല നേരിൽ തന്നെ കാണാം. സഞ്ചാരം ഒരുക്കുന്ന 14 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു അവിസ്മരണീയ യാത്ര. വണ്ടേഴ്സ് ഓഫ് USA. സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് തുടങ്ങി ലോസ് ഏഞ്ചലസ്, ലാസ് വേഗാസ്, നയാഗ്ര ഫാൾസ്, വാഷിംഗ്ടൺ DC എന്നിവിടങ്ങളെല്ലാം പിന്നിട്ട് ന്യൂയോർക്കിൽ സമാപിക്കുന്ന ദീർഘമായൊരു അമേരിക്കൻ സഞ്ചാരം. അത്ഭുതകരമായ കാഴ്ചകളിലേക്കും അനുഭവങ്ങളിലേക്കുമുള്ള യാത്ര കൂടിയാണിത്. ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്, ഫിഷർമാൻസ് വാർഫ്, യൂണിവേഴ്സൽ സ്റ്റുഡിയോസ്, ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിം, ഹോളിവുഡ് സൈൻ, ലാസ് വേഗാസ് എന്ന ഉല്ലാസ നഗരം, ഗ്രാൻഡ് കാനിയൻ, ഹൂവർ ഡാം, നയാഗ്ര ഫാൾസ്, വൈറ്റ് ഹൗസ്, 9/11 മെമ്മോറിയൽ തുടങ്ങി നൂറുകണക്കിന് കാഴ്ചകൾ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തതായിരിക്കും ഈ അമേരിക്കൻ സഞ്ചാരം. US വിസയുള്ളവർ ബുക്കിംഗിനും കൂടുതൽ വിവരങ്ങൾക്കും ഉടൻ വിളിക്കൂ. ഫോൺ 75919 സന്ദർശിക്കൂ sanjaram.com. ഞാനിങ്ങനെയൊക്കെ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഏകദേശം അച്ഛൻ 99-2000 ഒക്കെ ആയപ്പോഴത്തേക്കും അച്ഛൻ്റെ ഒരു വൺ സൈഡ് പാരലൈസേഷനായി. അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു അമ്മയേക്കാൾ കൂടുതൽ മനുഷ്യമായിട്ട് സ്നേഹിച്ചിരുന്നത് അച്ഛനെ തന്നെയാണ്. അച്ഛൻ്റെ ഈ കഷ്ടപ്പാടും എല്ലാം അമ്മ കഷ്ടപ്പെട്ടില്ല എന്നല്ല പറഞ്ഞത്, പക്ഷെ എന്തോ അച്ഛനിൽ ഭയങ്കര ഒരു എനിക്ക് തോന്നുന്നു ഈ പാട്ടുമായിട്ടുള്ള ബന്ധമായിരിക്കാം അദ്ദേഹത്തെ കൂടുതൽ അടുപ്പിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അച്ഛന് വയ്യാതായത് ഭയങ്കര വിഷമം ചേട്ടനുണ്ടാക്കി. പക്ഷേ ചേട്ടൻ അന്ന് കത്തി നിൽക്കുന്ന സമയമാണ്, ഒരു നിമിഷം പോലും ആശുപത്രിയിലോ അല്ലെങ്കിൽ അച്ഛൻ്റെ കൂടെ വന്നിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഈ ഒരു തരത്തിലും അച്ഛന് വിഷമിക്കുന്ന മാറി നിൽക്കാൻ പാടില്ല, അച്ഛൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് വെസ്റ്റ് ഫോർട്ട് ഹോസ്പിറ്റൽ തൃശ്ശൂരായിരുന്നു അച്ഛൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. അവിടെയും അത് കഴിഞ്ഞ് പിന്നെ കോഴിക്കോട്ടേക്ക് മാറ്റി, ഇനി വേണ്ട ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റൽ തുടങ്ങി കേരളത്തിലെ പ്രശസ്തരായിട്ടുള്ള എല്ലാ ഡോക്ടേഴ്സിനും കാണിച്ചു. പക്ഷെ അവരെല്ലാം പറഞ്ഞത് സ്വാഭാവികമായിട്ടും വരുന്ന ഒന്നാണ്, അച്ഛൻ്റെ പ്രായാധിക്യം കൊണ്ടും ഒക്കെ വന്നിട്ടുള്ളൊരു അസുഖം, അതുകൊണ്ട് ഇനി ഒന്നും ചെയ്യാനില്ല. പക്ഷേ അച്ഛന് ഞാൻ പറഞ്ഞില്ല, ചേട്ടൻ വരുന്ന ദിവസങ്ങളിൽ ചേട്ടൻ അച്ഛൻ്റെ ആ തമ്പുരാനെ പോലെ ശബ്ദം ഉണ്ടാക്കുന്നു, അച്ഛനോട് സംസാരിക്കുന്നു, അച്ഛൻ്റെ തലയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നു, കാലൊഴിഞ്ഞു കൊടുക്കുന്നു എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും നമ്മളെ വിളിക്കുകയും സംസാരിക്കുകയും ട്രീറ്റ്മെൻറ്റുകൾ വളരെ കൃത്യമായിട്ട് കൊടുക്കുകയും ചെയ്തു. പക്ഷേ നിർഭാഗ്യം എന്ന് പറയുന്നത് വെച്ചാൽ ഞാൻ അത്രയും നാൾ അച്ഛനെ നോക്കിക്കൊണ്ടിരുന്ന അച്ഛനെ ഞാൻ മടിയിലിരുത്തി ഭക്ഷണം കൊടുത്ത് പിന്നെ റൈസ് ട്യൂബിലൊക്കെയായി ഫുഡ്, കുളിപ്പിക്കൽ കാര്യങ്ങളെല്ലാം നിത്യവനെ ഈ 5 പെമ്മക്കളും അച്ഛൻ്റെ 5 പെമ്മക്കളും അച്ഛനെ നോക്കാൻ വേണ്ടി ഈ അച്ഛൻ കിടക്കുന്ന കട്ടിലിൻ്റെ ഇരുപുറങ്ങളിലായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അച്ഛൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം, അച്ഛൻ്റെ അമ്മയുടെയും ഭാഗ്യം. കാരണം ആ ഒരു സ്നേഹം, കുടുംബത്തിൻ്റെ സ്നേഹം, സാഹോദര്യം, പിന്നെ എല്ലാത്തിനുപരി നമുക്കൊരാളായിട്ട് നിന്നാൽ മതി. ഇതിനെ സാമ്പത്തികം ചിലവാക്കാനും എവിടെ കൊണ്ടുപോകാനും വണ്ടി ഫ്രണ്ടിൽ വന്ന് നിൽക്കും, അതൊക്കെ ചേട്ടൻ ഫോൺ വിളിച്ച് അറേഞ്ച് ചെയ്യും. എത്ര വലിയ ഷൂട്ടിങ്ങിലായാലും ആൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് അദ്ദേഹം ബാക്കി കാര്യങ്ങളിലേക്ക് പോവുള്ളൂ. അങ്ങനെ അച്ഛൻ മരിക്കുന്ന ദിവസം എനിക്ക് MA പരീക്ഷയായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ പോണില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞില്ല, പറ്റില്ല, നീ അത്രയും ഇതായിട്ട് പഠിക്കുന്നതാണ്, അപ്പോൾ അതുകൊണ്ട് അച്ഛനെ നീ ഇത്രയും നാൾ നോക്കിയല്ലോ, അച്ഛനെ പരീക്ഷിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും പരിചരണങ്ങളൊക്കെ നീ ചെയ്തതാണ്, അപ്പോൾ ഇനി പരീക്ഷ എഴുതാതിരിക്കുക, അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും, അപ്പോൾ നീ പരീക്ഷ എഴുതാൻ പോകണം. പക്ഷേ എനിക്കറിയായിരുന്നു അച്ഛനന്ന് മരിക്കും, കാരണം വലിയ ശ്വാസം മുട്ടി എല്ലാവരും വെള്ളം ഇറ്റി കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ പരീക്ഷ ഹാളിലേക്ക് പോകുന്നത് തന്നെ. പക്ഷെ ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്കും അച്ഛൻ മരിച്ച് കാണണം. പക്ഷെ ചേട്ടൻ പറഞ്ഞു, ഇപ്പം അറിയിക്കേണ്ട, അവൻ ഉച്ചയ്ക്ക് ശേഷമാണ് പരീക്ഷ കഴിഞ്ഞിട്ട് അറിയിച്ചാൽ മതി. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അറിയിച്ചു. എന്നെ അവിടെ നിന്ന് കാറിൽ പരീക്ഷ കഴിഞ്ഞപ്പം ട്രെയിനിൽ വരുന്നത് തന്നെ കാറിൽ കൂട്ടുകാരെയൊക്കെ കൊണ്ടുവന്നപ്പോൾ എനിക്ക് മനസ്സിലായി അച്ഛന് സീരിയസ് ആണെന്ന് പറഞ്ഞപ്പോഴും എനിക്ക് മനസ്സിലായി.
അപ്പോൾ ചേട്ടൻ അന്ന് ഫുൾ അവിടെ ഉണ്ടായിരുന്നു, അച്ഛൻ്റെ അടുത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത്. പിന്നെ എന്താ പറയുക, ആ വേർപെട്ട് പോകുന്നൊരു നിമിഷം നമുക്കൊന്നും ആലോചിക്കാൻ പറ്റാത്തൊരു നിമിഷങ്ങളാണ്. ചേട്ടനെ സംബന്ധിച്ചിടത്തോളം അച്ഛനുമായിട്ട് അത്രയും ബന്ധമുള്ള ഒരാളായിരുന്നു. അച്ഛൻ്റെ പ്രവൃത്തികൾ, അച്ഛൻ്റെ ഓരോ കാര്യങ്ങൾ, അച്ഛൻ പറയുന്ന ഉപദേശങ്ങൾ, അതൊക്കെ അതേപടി ഉൾപ്പകർത്തിക്കൊണ്ട് നടക്കുന്ന ഒരു കലാകാരൻ. വെച്ചാൽ അത്രയും ശുദ്ധനായിരുന്നു ഞങ്ങളുടെ അച്ഛൻ. ആ അച്ഛൻ പകർന്നു തന്ന സ്നേഹവും ഒക്കെ തന്നെയാണ് ഇന്നും മണിച്ചേട്ടനുള്ളത്. 2001 അച്ഛൻ പോയത്. അതിനുശേഷം ഏതൊരു തിരക്കുള്ള ദിവസമായാലും അച്ഛൻ്റെ ചരമവാർഷികങ്ങൾ നടത്താനും ഈ പറഞ്ഞ പോലെ അച്ഛൻ്റെ പേരിൽ സ്ഥാപനം, ചാലക്കുടിയിൽ വലിയൊരു സ്ഥാപനം വയ്ക്കാനും ഒരുപാട് സഹായങ്ങൾ ചെയ്യാനൊക്കെ അച്ഛൻ്റെ ആ ഓർമ്മ ദിവസങ്ങളിൽ അദ്ദേഹം ചാലക്കുടിയിൽ വരികയും അവിടുത്തെ എല്ലാ ആളുകളെയും വിളിച്ച്, ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. ആഘോഷം കൂടുമ്പോൾ വലിയ ആഘോഷമാണ്. പാട്ട്, കൊട്ട് എന്ന് വേണ്ട, ശരിക്കും പറയുകയാണെങ്കിൽ അയൽവക്കത്തുള്ള ആളുകൾക്ക് അന്നത്തെ വീട്ടിലെന്തെങ്കിലും വിശേഷ ദിവസം ഉണ്ടെങ്കിൽ അവരുടെ ഉറക്കം പോവും. കാരണം അത്രയും ഉച്ചത്തിൽ പാട്ടുപാടി കൊട്ടുകൊട്ടി ഭയങ്കര ഒരു ആഘോഷം തന്നെയായിരുന്നു. മക്കളും മരുമക്കളും പേരക്കുട്ടികളൊക്കെ കൂടി ഒരു വീട്ടിൽ തന്നെ കിടന്നുറങ്ങാൻ സ്ഥലം ഉണ്ടാവില്ല. അങ്ങനെയാണ് നമ്മുടെ ഒരു ആഘോഷം. ആ ഒരു കുടുംബത്തിൽ നിന്ന് അച്ഛനാദ്യമായി വേർപെട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദുഃഖം എന്ന് പറയുന്നത് നമുക്ക് താങ്ങാവുന്നതിനപ്പുറമാണ്. എപ്പോഴും എന്താ പറയുക, ചേട്ടൻ ഏറ്റവും കൂടുതൽ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടാവുക അച്ഛൻ്റെ ഓർമ്മകളായിരിക്കും. ആ ഒരു ഓർമ്മയുടെ ഭാഗമായിട്ടാണ് ഈ പാടി എന്ന് പറയുന്നത്. വെച്ചാൽ ഞങ്ങളുടെ അച്ഛൻ അവിടെ കളച്ച് ആ പറമ്പ്, അവിടെ നട്ട പിന്നെ ജാതി തൈകൾ, ഇതെല്ലാം അവിടെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതിനൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ആ പറമ്പ് കൊടുക്കുന്നു പറഞ്ഞപ്പോൾ അങ്ങനെ ആ പറമ്പ് അച്ഛൻ്റെ ഓർമ്മ, അച്ഛൻ്റെ മണമുള്ള സ്ഥലം എന്താ പറയുക കൈക്കലാക്കിയതാണ് ചേട്ടൻ. അങ്ങനെയാണ് പാടീനെ ഒരു പബ്ലിക് സ്പേസ് ആയിട്ടാണ് ചേട്ടൻ അതിനെ കണ്ടുകൊണ്ടിരുന്നത്. അതായത് ഏത് കൂട്ടുകാരന്മാർക്കും ആർക്കും എപ്പോൾ വേണമെങ്കിലും വന്നാൽ, ഇപ്പോൾ നമ്മുടെ നടന്മാർക്കൊക്കെ വലിയ ഫ്ലാറ്റുകളായിരിക്കും, അവർക്ക് ഓഫീസുകളുണ്ടാവും, അവരെ കാണാൻ ക്യൂ നിൽക്കണം. അത് അങ്ങനെയൊന്നും ഇല്ലാതെ ആർക്കും എപ്പോൾ വേണമെങ്കിലും വന്ന് കാണാനും സംസാരിക്കാനും സൗഹൃദം പങ്കുവയ്ക്കാനും പാട്ടുണ്ടാക്കാനും പാട്ട് പാടാനും സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതാനും എന്ന് വേണ്ട ഒരുപാട് കാര്യങ്ങൾക്ക് ഒരു ഇടമായിട്ടാണ് ചേട്ടൻ അതിന്. പക്ഷെ അതിന് പല ആൾക്കാരും പല മോശമായ പാടി എന്ന് കേൾക്കുമ്പോൾ അത് മറ്റു എന്തിനൊക്കെയുള്ള സ്ഥലമായിട്ടുള്ളൊരു സ്ഥലമായിട്ടാണ് പിന്നീട് ഈ നവമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരുപാട് കലാകാരന്മാരെ കാണുക, സംസാരിക്കുക, സന്തോഷം. ആൾക്കൊന്നും ഒറ്റയ്ക്ക് ഇരിക്കാനേ പറ്റില്ല. ചേട്ടൻ ഒറ്റയ്ക്ക് ഇരിക്കണ കാര്യമേ ഇഷ്ടമില്ല. എപ്പോഴും ഒരു 10 പേരെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവണം, സംസാരിക്കണം. വളരെ ലേറ്റായിട്ട് കിടന്നുറങ്ങുന്ന ഒരാളാണ്. കാരണം ആ സമയം വരെ സംസാരിച്ച് ഇപ്പോൾ ലൊക്കേഷനിൽ പോയാലും അദ്ദേഹം അങ്ങനെയാണ്. ലൈറ്റ് ബോയ്സ് ആയാലും അതിലെ മറ്റ് സാങ്കേതിക പ്രവർത്തകരായാലും ഇവരൊക്കെ കൂടി ഒരുമിച്ച് നിന്ന് വർത്തമാനം പറഞ്ഞ് ഇട്ടാണ് ചേട്ടൻ കിടക്കാം. ലൊക്കേഷനിൽ ഭയങ്കര തമാശകളായിരിക്കും. ചേട്ടനും ചെന്ന് കഴിഞ്ഞ് തമാശകൾ കേൾക്കാനായിട്ട് ലൊക്കേഷനിൽ എല്ലാവരും ഓടിക്കൂടും. അതുപോലെ തന്നെ റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ എത്ര വലിയ AC ഹോട്ടലായാലും ചിലപ്പോൾ ചേട്ടൻ കൂടെ 4-5 പേരൊക്കെ ഉണ്ടാവും എപ്പോഴും കൂടെ. അവരൊക്കെ കട്ടിലുമ്പോൾ കിടക്കും, ചേട്ടൻ ചിലപ്പോൾ താഴെ ഇറങ്ങി കിടക്കും. അത്രയും ലളിതമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു ചേട്ടൻ. അപ്പോൾ അച്ഛൻ എന്ന് പറയുന്നത് ചേട്ടന് ഭയങ്കര വികാരമായിരുന്നു. അച്ഛൻ്റെ ആ ഒരു ജീവിതം, അച്ഛൻ്റെ ഓർമ്മകൾ അച്ഛൻ എപ്പോഴും ഏത് ഇൻ്റർവ്യൂവിലും പറയുന്ന ഒരാളായിരുന്നു അച്ഛൻ. അപ്പോൾ അച്ഛൻ്റെ വേർപാട് ചേട്ടനെ വല്ലാതെ വിഷമിച്ചിട്ടുണ്ട്. ചേട്ടനെ മാത്രമല്ല നമുക്കൊക്കെ എല്ലാവർക്കും ഭയങ്കര വിഷമം. ആകെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഇവർക്കൊക്കെ ചേട്ടൻ്റെ ഒരു വളർച്ച, അച്ഛനും അമ്മയ്ക്കും അവർ പോകുന്ന സമയത്തിന് മുമ്പ്, 2 പേരും വാർദ്ധക്യ സഹജമായിട്ടാണ് മരിച്ചിട്ടുള്ളത്. അവർ പോകുന്നതിന് മുമ്പ് തന്നെ ചേട്ടൻ്റെ നല്ലൊരു പൊസിഷൻ അവർക്ക് കാണാൻ പറ്റി. ഇതിലൊരു ഓർമ്മ എനിക്ക് ചേട്ടൻ്റെയും അച്ഛൻ്റെയും സല്ലാപം റിലീസ് ചെയ്ത സമയത്ത് എനിക്ക് എൻ്റെ ഒരു ഓർമ്മ പങ്കുവയ്ക്കുമ്പോൾ ഞങ്ങളുടെ അച്ഛൻ ഷർട്ട് ഇടില്ല. അപ്പോൾ അന്ന് ചാലക്കുടി കണിച്ചായിസ് എന്ന് പറഞ്ഞ തിയേറ്ററിലായിരുന്നു സല്ലാപം ഓടിയത്. അപ്പോൾ ഈ അച്ഛനെ കൊണ്ട് സിനിമ കാണിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഒരു ഷർട്ട് വാങ്ങിക്കടാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, അച്ഛൻ നമുക്ക് സിനിമ കാണാൻ പോകണ്ടേ, ഒരുപാട് ആൾക്കാരൊക്കെ വരണതല്ലേ, അപ്പോൾ നമുക്ക് ഷർട്ടൊക്കെ ഇടണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അച്ഛന് ഞാനൊരു ചെറിയൊരു അച്ഛൻ്റെ ഒരു ഫോട്ടോയിൽ കാണുന്നൊരു ഷർട്ട്, ആ ഒരു ഷർട്ടുള്ള അച്ഛന് ആ ഒരു ഷർട്ടൊക്കെ വാങ്ങിച്ച് ഷർട്ടൊക്കെ ഇടിച്ച് അച്ഛനെ സിനിമാ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി.
പിന്നെ കൊണ്ടുപോയി കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ കഴിഞ്ഞപ്പോൾ ഈ ഷർട്ടിൻ്റെ ബട്ടൺസൊക്കെ ഊരി അതിങ്ങനെ തോളിലേക്ക് ഇട്ടു. അത് കഴിഞ്ഞ് മനോജ് കയ്യൻ മണിച്ചേട്ടനെ തല്ലുന്ന ഒരു സീൻ വന്നു കഴിഞ്ഞപ്പം അച്ഛൻ അവിടെ നിന്ന് ചൂടായിട്ട് എഴുന്നേറ്റു. ആളുടെ എൻ്റെ മോനെ തല്ലണേന്നൊക്കെ ചോദിച്ചിട്ട് ആൾ ചൂടായി എഴുന്നേറ്റ് ഭയങ്കര സീനുണ്ടാക്കി. എനിക്കിപ്പോൾ പോകണം എൻ്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ സിനിമ എനിക്ക് കണ്ടു മുഴിപ്പിക്കാൻ പറ്റില്ല. ഫസ്റ്റ് ഷോ കാണാൻ പറ്റിയില്ല. അച്ഛൻ ചൂടായി ഇറങ്ങി. അച്ഛനെ പുറത്തേക്ക് ഇറങ്ങുമ്പം ആൾ വളരെ റെസ്റ്റ്ലെസ് ആയിട്ട് ഇങ്ങനെ ഷർട്ടൊക്കെ തോളിലിട്ട് ഭയങ്കര ചൂടായിട്ടാണ് അച്ഛൻ ഇറങ്ങി പോകുന്നത്. അപ്പോൾ മക്കളെ ഒരാൾ ഉപദ്രവിക്കുന്നതോ മക്കളെ കുറ്റം പറയുന്നതോ ഒന്നും അച്ഛനും അമ്മയ്ക്ക് സഹിക്കില്ല. അതുപോലെയായിരുന്നു വളർത്തിയത്. അപ്പോൾ അച്ഛന് മോനെ ഒരാൾ തൊട്ടപ്പോൾ അത്രയ്ക്കും വേദനിച്ചു. അത് സിനിമയാണെന്നോ അത് യാഥാർത്ഥ്യമല്ല എന്നറിയാനുള്ള ഒരു ചിന്താശേഷി നമ്മുടെ എന്താ പറയുക അവരുടെ ഒരു മനസ്സങ്ങനെയായിരുന്നു. അത്രയ്ക്കും പാവങ്ങളായിരുന്നു ഞങ്ങളുടെ അച്ഛനും അമ്മയും. അപ്പോൾ അതൊന്നും സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ ആ സിനിമ കാണാതെ അച്ഛൻ ഇറങ്ങിപ്പോന്നു. അതുകൊണ്ട് തന്നെ നമുക്കറിയാലോ ആ ഒരു മക്കളോടുള്ളൊരു ബന്ധം എങ്ങനെയായിരുന്നു. ഞങ്ങൾക്ക് അച്ഛനമ്മമാരുടെ ബന്ധം എവിടെ പോയാലും അച്ഛൻ്റെയും അമ്മയുടെയും കാല് തൊട്ട് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും പോവാറുള്ളൂ. മണിച്ചേട്ടനായാലും ഇപ്പോഴും അച്ഛൻ്റെ ഫോട്ടോയിൽ തൊട്ടിട്ടാണ്, അല്ലെങ്കിൽ മണിച്ചേട്ടൻ അവസാനം ഒക്കെ ഷൂട്ടിങ്ങിന് പോകുന്നവരെയും ആ ഫോട്ടോയിൽ തൊട്ട് നമസ്കരിച്ചിട്ടാണ് അദ്ദേഹം യാത്ര. അപ്പോൾ അങ്ങനെ അച്ഛനുമായിട്ട് വളരെ ഭയങ്കര അറ്റാച്ച്മെൻറ്റ്. പക്ഷെ ഞാൻ സ്നേഹമാണ്, എനിക്ക് അമ്മയായിട്ടായിരുന്നു കൂടുതൽ അറ്റാച്ച്മെൻറ്റ്. അമ്മയും ഇതുപോലെ തന്നെ എനിക്ക് അമ്മയില്ലാത്തൊരു നിമിഷം എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമ്മളൊരു പ്രോഗ്രാമിന് പോയി പിറ്റേ ദിവസം വീട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ പോലും അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയും. അമ്മയും ഇതുപോലെ തന്നെ പാർക്കിൻസൺ ബാധിച്ചിട്ട് അമ്മ ഒരു വർഷത്തോളം കടന്നു. അച്ഛൻ പോയി കുറേ കാലം കഴിഞ്ഞതിന് ശേഷം 10 വർഷം കഴിഞ്ഞപ്പോഴാണ് അമ്മ പോയത്. 2011 അമ്മ യാത്ര ചെയ്തത്. അമ്മയ്ക്കും ഇതുപോലെ തന്നെ ഏറ്റവും എന്തൊക്കെ ചെയ്യാൻ പറ്റും അത്രയും വലിയ വളരെ ചിലവേറിയുള്ള ട്രീറ്റ്മെൻറ്റിനൊക്കെ ചേട്ടൻ ചെയ്യാൻ മുതിർന്നപ്പോൾ എല്ലാവരും പറഞ്ഞു വേണ്ട മണി, എന്താ അതിനാവശ്യമില്ല, അതിനുള്ള ആരോഗ്യം അമ്മയ്ക്കില്ല, അതുകൊണ്ട് അത് ചെയ്യണ്ട എന്ന് കുറേ പേര് പറഞ്ഞു തരാം. അപ്പോൾ ചേട്ടൻ വിചാരിക്കുന്നത് ഏത് ട്രീറ്റ്മെൻറ്റിനും കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ജീവൻ തിരിച്ച് കിട്ടുമോ എന്നൊരു ചിന്തയാണ് ചേട്ടന്. അങ്ങനെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട, അത് ചെയ്യാനുള്ള ആരോഗ്യം ഇല്ല, വെറുതെ അതാവണ്ട എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അമ്മയ്ക്കും ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റുകളൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് അമ്മയും ഇടയ്ക്കിടയ്ക്ക് ചേട്ടൻ്റെ സൗഹൃദത്തിലുള്ള ഡോക്ടർമാരെയൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അമ്മയുടെ അവസ്ഥകളൊക്കെ നോക്കി അമ്മേനെയും ഇതുപോലെ തന്നെ അടുത്തിരുന്ന് വർത്തമാനം പറഞ്ഞ് തലോടി സംസാരിച്ചിട്ടൊക്കെയാണ് സമയം കിട്ടുമ്പോഴൊക്കെ അദ്ദേഹം വീട്ടിൽ വരികയും. അപ്പോൾ ഈ വീട്ടിൽ വരുമ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാർ, ചേട്ടൻ വീട്ടിൽ വരുന്ന ദിവസം ഒരുപാട് ആൾക്കാർ വീട്ടിലേക്ക് വരും. അങ്ങനെ ഇവരൊക്കെ ആയിട്ട് സംസാരിച്ച് അങ്ങനെ അമ്മേനെയും 2011 അമ്മ ഞങ്ങളെ വിട്ടുപോയി. അമ്മയുടെയും വേർപാട് വലിയ. അപ്പോൾ ചാലക്കുടിയിൽ നിങ്ങൾക്ക് വരുമ്പോൾ കാണാം ഈ രാമൻ സ്മാരക കലാഗ്രഹത്തിൽ അച്ഛൻ്റെയും അമ്മയുടെയും ഒരു പ്രതിമ തന്നെ ആൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചേട്ടൻ പോയതിന് ശേഷം ചേട്ടൻ്റെയും ഒരു പൂർണ്ണകായ പ്രതിമ അവിടെ. ഇപ്പോൾ ഇത്രയ്ക്കൊക്കെ നമുക്ക് ഒരു എന്താ പറയുക ആ സ്ഥാപനത്തിൽ കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് ഇവരെ തന്നെയാണ്. അച്ഛൻ, അമ്മ, ചേട്ടൻ, അങ്ങനെ ഇവരിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നിറജീവിതം ഇന്നും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇത് എത്ര കാലം കഴിഞ്ഞാലും മരിക്കുന്ന കാലം വരെയും ഈ സംഭവങ്ങളൊക്കെ ഇന്നലെ കഴിഞ്ഞതുപോലെയാണ് ഞങ്ങളുടെ മനസ്സിലിപ്പോഴും. ചേട്ടൻ്റെ വീട്ടിൽ മമ്മൂട്ടി വന്നിരുന്നിട്ട് മമ്മൂക്കനെ ഈ പരിപാടി സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ നേരത്ത് വഴി നിറയെ ബ്ലോക്കാണ്. അങ്ങനെ വഴി പോകാൻ പറ്റാണ്ടായിട്ട് ഒരു ഓട്ടോറിക്ഷ ബ്ലോക്കായി കിടന്നിട്ട് ചേട്ടൻ്റെ ആ ആരോഗ്യം ഉപയോഗിച്ച് ഈ 2 കൈ ഉയർത്തി ഈ ഓട്ടോറിക്ഷ അങ്ങോട്ട് തള്ളി നീക്കി മാറ്റി മമ്മൂട്ടിയെ കൊണ്ടുപോയ ആൾ വഴി കൂടെ ഇറങ്ങി നടക്കുകയാണ്.